ഗുണം ഉണ്ടാവില്ല. അമ്മച്ചി, അമ്മച്ചി, കൊച്ചളിയെ എന്നെ എന്തിനാ വെറുതെ അടിച്ചത്? ഞാൻ ബാലൻസ് ചെയ്യുന്നാട്ടോ നോക്ക്. എന്താ എന്ത് പറ്റി നിനക്ക്? എന്റെ മാമന് സുഖമില്ല. അദ്ദേഹനെ വിളിച്ചിരിക്കുകയാണ്. എനിക്ക് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണം. എന്നാ ഞങ്ങളും വരുന്നുണ്ട്. അവിടെ സ്കേറ്റിംഗ് നടത്താലോ, പിന്നെ മഞ്ഞുകൊണ്ട് മഞ്ഞുമനുഷ്യനെ ഉണ്ടാക്കാലോ. എടാ, ഹിൽ സ്റ്റേഷനിലുള്ള എന്റെ അമ്മാവനല്ല അത്. എന്റെ ഗ്രാമത്തിലുള്ള എന്റെ അമ്മാവന്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഓക്കെ, എന്നാ പിന്നെ നീ തന്നെത്താനെ പോയാ മതി. അതെ, ഞങ്ങള് വരുന്നുണ്ട്. നിന്റെ അമ്മാവൻ ഞങ്ങളുടെ അമ്മാവനല്ലേ? അല്ല കൊച്ചളി, അതെങ്ങനെയാ സംഭവിക്കുന്നേ? അവര് നായ്ക്കളല്ലേ, നമ്മളാണെങ്കി പൂച്ചകളും. എടാ, സൗഹൃദവും ഒരു ബന്ധമാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോ സോർദാറിന്റെ അമ്മാവൻ നമ്മുടെ കൂടി അമ്മാവനാണ്. സംശയമുണ്ടോ? പക്ഷെ അമ്മാവനിപ്പോ എന്താ പറ്റിയത്? എനിക്കറിയില്ല. അതറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. നമസ്കാരം മാമാ, സുഖമില്ലേ? മോനെ സോദാറെ, നീ ഏതായാലും വന്നത് നന്നായി. പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. എനിക്ക് സന്തോഷായി. സോർദാറെ, അല്ല നീ എങ്ങോട്ടാ പോകുന്നേ? അയ്യോ, സോർദാറല്ല മോനെ പോകുന്നത്, ഞാനാ പോകുന്നത്. ഞാൻ നേരെ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. സോർദാറെ, നീ വെറുതെ ആവശ്യമില്ലാണ്ട വിഷമിച്ചിരുന്നത്. ഈ അമ്മാവൻ നിന്റെ രണ്ടാമത്തെ അമ്മാവനെ കാണാൻ അങ്ങ് ഹിൽ സ്റ്റേഷനിലോട്ട് തന്നെയാ പോകുന്നേ. എടാ കഴുതേ, ഞാൻ പോകുന്നത് മലയുടെ മുകളിലേക്കാണ്. അതും എന്നേക്കുമായിട്ട്. മനസ്സിലായോടാ നിനക്ക്? അതിന് മാത്രം എന്താണ് സംഭവിച്ചത്? മോനെ, എനിക്കിപ്പോ വല്ലാതെ വയസ്സായില്ലേ. എന്നാ പിന്നെ അമ്മാവന് ബീച്ചിൽ പോയ പോരെ? മലയാവുമ്പോ പിടിച്ച് മോളോട്ട് കേറി പോകണ്ടേ? ഞാനെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് മോനെ. ഇനി എന്നെ കൊണ്ട് ഒരു കാര്യത്തിനും ഗുണം ഉണ്ടാവില്ല. അല്ല അമ്മാവാ, അമ്മാവൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇന്നലെ ഒരു എലി എന്റെ വീട്ടിൽ കടന്നു കയറി പാല് കെട്ട് കുടിച്ചു. പക്ഷെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനെന്താ, അമ്മാവന് വേറെ പാല് മേടിച്ച് കുടിച്ചാ പോരെ? ഒന്നുമല്ല. ഒരു 3-4 ദിവസം മുമ്പ് വഴിയിലൂടെ ഒരു തെരുവ് നായ എന്റെ മുതലാളി എടുത്തിട്ട് ഓടിച്ചു. പക്ഷെ എനിക്ക് അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ പോലും പറ്റിയില്ല മോനെ. എന്തായാലും അമ്മാവന്റെ മുതലാളി പട്ടികടി കൊള്ളാതിരിക്കാനായിട്ടല്ലേ ഓടിയത്. പിന്നെന്തിനാ അമ്മാവൻ അങ്ങനെ പിടിച്ചു നിർത്താൻ പോകുന്നത്? എനിക്ക് ആ പട്ടിയെ പിടിക്കാൻ പറ്റിയില്ലെന്നാ പറഞ്ഞത്. എന്നെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല മോനെ. കൂട്ടുകാരെ, അമ്മാവന്റെ കോൺഫിഡൻസ് ലോസ് ആയിരിക്കുകയാണ്. ശരിയാണ്, മനസ്സിലുള്ള ധൈര്യമൊക്കെ ചോർന്നു പോയിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. സംശയമുണ്ടോ? ഇദ്ദേഹത്തെ കൗൺസിലിംഗ് ചെയ്യാൻ ഡോക്ടർ ബാലുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എനിക്ക് മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലായി. അമ്മാവ, വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അമ്മാവന് ഒരു പ്രശ്നവുമില്ല. അത് ശരി, ഇത്രയും വലിയൊരു കരടി എന്നെ കയറി അമ്മാവാന്ന് വിളിക്കുന്നോ? അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് വല്ലാതെ വയസ്സായെന്നല്ലേ? ഇനി ഈ കളവനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇവിടെ വരൂ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കരടി എന്ന് പറഞ്ഞത്? സത്യത്തിൽ എന്റെ ശരീരം വളരെ വലുത് തന്നെയാണ്. പക്ഷേ മനസ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രായം 20 ആണ്. ഡോക്ടറെ, അമ്മാവന്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലാതെ ഡോക്ടറുടെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയല്ല. സംശയമുണ്ടോ? മനസ്സിലായി. മനസ്സുള്ളവർക്ക് മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാൻ അധിക സമയം വേണ്ടിവരില്ല. അമ്മാവ, ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ട്രെയിൻ പിടിച്ചായാലും നമ്മുടെ അടുത്തെത്തിയിരിക്കും. അത് അമ്മാവന്റെ കോൺഫിഡൻസിനെ കണ്ടെയ്നർ പോലെ എടുത്തുയർത്തിക്കൊണ്ടു പോകും. പക്ഷെ ആ സമയം തന്നെ നമ്മുടെ ഉള്ളിലെ ധൈര്യമെന്ന പാറ ഒരിക്കലും അടർന്നു പോകാതെ നോക്കണം. മോനെ, മനസ്സിൽ ധൈര്യം എന്ന കരിമ്പാറ എപ്പോഴേ അടർന്നു പോയി. ഇനി സത്യത്തിൽ ആ കരിമ്പാറ കൊണ്ട് ഒരു പള്ളി പോലും പണിയാൻ കഴിയില്ല, അറിയുമോ? ദുഃഖത്തിന്റെ പാവയ്ക്ക ജ്യൂസ് കുടിച്ചതിന് ശേഷം ധൈര്യത്തിന്റെ തേൻ കഴിച്ചാൽ അവിടെ മധുരിക്കുന്ന സന്തോഷം ഉണ്ടാവും. അതിലൂടെ തീർച്ചയായും കരുത്ത് കിട്ടും. ഇവിടെ വരൂ, എന്നിട്ട് ധൈര്യത്തിന്റെ ചക്രം ധരിക്കൂ. എനിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാ ഞാൻ ധൈര്യത്തിന്റെ ചക്രം തിരിക്കുന്നത്? ഞാൻ വല്ലാതെ വയസ്സായി പോയി മോനെ.
നോക്കൂ, ഇതൊരു സാധാരണ കാര്യമാണ്. അമ്മാവനെ കൊണ്ട് ഒരു കാര്യമില്ലെന്ന് അമ്മാവന് തോന്നുമ്പോൾ സാധാരണ രീതിയിൽ പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. ഇതിനു വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആർക്കും ഒരു നിർബന്ധവുമില്ല. അമ്മാവന് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. അതിലൂടെ അമ്മാവനെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. മോനെ, എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ടത് എന്റെ മുതലാളിക്കും മുതലാളിയുടെ വീടിനുമാണ്. അതിന് എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പിന്നെ എന്ത് പ്രയോജനമാണ്? ഇവിടെ വരൂ. ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യത്തിൽ ഞാൻ ഫെയിൽ ആയിരിക്കുകയാണ്. എനിക്ക് ആകെ ടെൻഷൻ ആയിരിക്കുകയാണ്. എന്റെ കോൺഫിഡൻസ് എല്ലാം അലിഞ്ഞ് ഇല്ലാതായിരിക്കുകയാണ്. ഡോക്ടർ ബാലു, അമ്മാവൻ എന്താ പറയുന്നത് വെച്ചാല് അദ്ദേഹത്തിന് വയസ്സായി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുതലാളി അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിയില്ലെന്നാണ്. സംഭവിക്കാറുണ്ട്. മനസ്സെന്ന പാലിൽ നിന്നും കോൺഫിഡൻസ് എന്ന കൊഴുപ്പ് ഇല്ലാതാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. അതിനുവേണ്ടിയല്ല ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ മനസ്സെന്ന പാലിൽ നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ച് മൊത്തം പിരിച്ചു കളഞ്ഞില്ലേ? സംശയമുണ്ടോ? അതിനൊരു വഴിയുണ്ട്. പഴയതാണ്, എങ്കിലും നമുക്ക് ഉപകാരപ്പെടും. അല്ല, അല്ല, അതേതാ അതേതാ ആ വഴി? വഴി? നമ്മൾ കള്ളന്മാരായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറും. അമ്മാവനെ അടിച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ തന്നെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുമെന്ന ചിന്ത അമ്മാവനുണ്ടാവുകയും ചെയ്യും. പക്ഷേ അമ്മാവന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അദ്ദേഹത്തിന് ഇപ്പൊ ആരടുത്തും ഏറ്റുമുട്ടാൻ കഴിയില്ല. നമ്മളിൽ ഒരാൾ അമ്മാവന് ധൈര്യം പകരാൻ കൂടെ ഉണ്ടാവണം. അടിപൊളി. നിങ്ങളുടെ ഈ കുരുട്ട് തലയിൽ നിന്നും എന്ത് സൂപ്പർ ഐഡിയ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കാര്യം ഇന്ന് രാത്രി തന്നെ ചെയ്യണം. അമ്മാവാ, ദേ അമ്മാവന് വേണ്ടിട്ട് സോർദാർ ബദാമിന്റെ ഹൽവ തന്നയച്ചിട്ടുണ്ട്. ഇതാ നോക്കിയേ. കൊള്ളാലോ. ഓ, ഇനിയിപ്പോ വയസ്സാം കാലത്ത് ഞാൻ മധുരം കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ മോനെ? നീ കഴിച്ചോ? എന്നാ ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, അമ്മാവൻ തന്നെ കഴിച്ചോ. അമ്മാവന് കള്ളന്മാരോട് ഏറ്റുമുട്ടാൻ വേണ്ടി നല്ല ശക്തി കിട്ടും. അതിന് കള്ളന്മാർ എവിടെയാണ് മോനെ? അവരേതായാലും വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് പിന്നെ അവരേതായാലും വരുമല്ലോ, വരാതിരിക്കില്ലല്ലോ. കള്ളന്മാരേതായാലും കള്ളന്മാർ തന്നെയല്ലേ, അപ്പൊ വരുമല്ലോ. അല്ല അല്ല, ഇവരെങ്ങനെ 4 പേരായത്? ആര് 4 പേരായ കാര്യമാ മോനെ നീ പറയുന്നത്? 4 പേരല്ല, നിഴല് പോലെ കാണുന്നില്ലേ? കള്ളന്മാരാന്ന് തോന്നുന്നു. വേഗം പിടിക്കവരെ. ഒരു കാര്യമില്ല മോനെ, അവരെന്നെ ഇടിച്ച് താഴെ ഇട്ടിട്ട് എല്ലാം മോഷ്ടിച്ചോണ്ട് പോയി കളയും. അതുകൊണ്ട് അവരെന്താന്ന് വെച്ചാ ചെയ്തോട്ടെ മോനെ. ഇല്ല, ഞാൻ അവരോട് ഏറ്റുമുട്ടും. അമ്മാവൻ തൽക്കാലം ഈ ഹൽവഴിക്ക് അടിക്കാനുള്ള ശക്തി കിട്ടും. സോർദാറ് അമ്മാവനോടുള്ള ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കി അയച്ചതാ. സോർദാറിന് അമ്മാവന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റാ. കൊച്ചലിയ, എന്നെ വെറുതെ തല്ലല്ലേ. എന്നെ തല്ലിക്കഴിഞ്ഞ അമ്മാവന് ഒരു ഉത്സാഹം ഉണ്ടാവില്ല. അമ്മച്ചി, അമ്മച്ചി, കൊച്ചളിയ എന്നെ എന്തിനാ വെറുതെ അടിച്ചത്? എന്റെ കുട്ടിയെ വെറുതെ വിട്, ഇല്ലെങ്കിൽ നീയൊക്കെ വിവരം അറിയും. വെള്ളക്കത്തുകളെ എന്തോ ചെയ്യും? എന്റെ കുട്ടിയുടെ നേരെ കൈ ഓങ്ങുന്നോ കള്ളത്തെമ്മാടികൾ? നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ അമ്മച്ചി, അമ്മാവനെ ഹൽവ കഴിച്ച് കുറച്ച് ഉത്സാഹം കൂടിപ്പോയില്ലെന്നൊരു സംശയം. അയ്യോ, ഒന്നും ചെയ്യല്ല അമ്മാവ. അത് ബണ്ണിയും സോർദാറുമാണ്. എന്താ?
അതെന്നെ ഞാൻ നോക്കേ. എന്റെ അമ്മച്ചി ആരാ ഇവന്മാരൊക്കെ? ആ ഞങ്ങൾ ഈ വീട് കൊള്ളയടിക്കാൻ വന്നതാ. ഞാൻ പറയുന്നേക്ക് കൊച്ചളിയ, ഒന്നും വേണ്ട, നല്ല തല്ലായിരിക്കും കിട്ടുന്നത്. എടാ കഴുതേ, നീ എല്ലാം പൊളിച്ചടുക്കുവല്ലേടേ? പൊളിഞ്ഞാലും കുഴപ്പമില്ല. ദാ കണ്ടോ, നേരത്തെ തന്നെ 4 കള്ളന്മാരെ അടിച്ചൊതുക്കിയതാ. ദാ ഇവന്മാര് ശരിക്കുള്ള കള്ളന്മാരാ. എന്ത് ഇത് അമ്മാവൻ ചെയ്തതാണോ? അതേന്നെ, ഞാൻ വിചാരിച്ചത് നിങ്ങളാണെന്നാ. അതുകൊണ്ട് എനിക്കും കിട്ടി 2 തല്ല്. ആ കൊള്ളാലോ അമ്മാവ. ഞങ്ങൾ അമ്മാവന്റെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് കള്ളന്മാരുടെ വേഷോട്ടുകൊണ്ട് വന്നതാ. പക്ഷെ അമ്മാവൻ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഈ വീട് രക്ഷിച്ചു. അമ്മാവന്റെ കൈകളിൽ ഇനിയും ശക്തി ഒരുപാട് ബാക്കിയുണ്ട്. സംശയം ഓ ഇനി എനിക്ക് ഏതായാലും ഹിമാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോഴും എനിക്ക് നല്ല ശക്തിയുണ്ട്. അല്ലേ മോനെ?